വധശ്രമ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം, ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചതിന് ശേഷം പോലീസ് തൊടാൻ പോലും മടിക്കുന്ന ആൾക്കാരൊക്കെ നയിക്കുന്ന ഒരു സംഘടനയാണ് ഒരു വശത്ത് നിൽക്കുന്നത്. തന്നെയുമല്ല, ഗവർണർ ഈ ആൾക്കാരെ വിളിക്കുന്നത് ക്രിമിനൽ എന്നാണ്. ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാളിനെയാണ് നമ്മൾ ക്രിമിനൽ എന്ന് വിളിക്കുക. അപ്പോ പിണറായി വിജയൻ പറയുന്നത് ക്രിമിനൽ എന്ന് ഗവർണർ കുറച്ച് വിദ്യാർത്ഥികളെ വിളിക്കുന്നത് എന്തോ വലിയ മഹാപാതകമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അദ്ദേഹത്തിന്റെ തന്നെ പോലീസ്, അദ്ദേഹം പോലീസ് മന്ത്രി കൂടിയാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ പോലീസ് ഈ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയുടെ പേരിൽ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്താണ്? ക്രിമിനൽ കുറ്റമാണ്, ക്രിമിനൽ ചാർജുകളാണ്, ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ്. അത് തന്നെയുമല്ല, അത് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ എത്തുന്ന സമയത്തുണ്ടായിരുന്ന അവരുടെ പോലീസിന്റെ ഭാഷ്യം എന്താണ്? ഇത് സ്റ്റേറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്രൈമാണ്, വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള ക്രൈമാണ്, അതുകൊണ്ട് ജാമ്യം അനുവദിക്കാൻ പാടില്ല. അതിൽ LLB പരീക്ഷ എന്തോ അടുത്ത ദിവസമുള്ള ഒരാൾക്ക് മാത്രം ഇടക്കാല ജാമ്യം അനുവദിക്കുന്നു, മറ്റുള്ള ആൾക്കാർക്ക് ജാമ്യം അനുവദിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരെ ക്രിമിനൽ എന്നല്ലാതെ പിന്നെ മിഖായിൽ ഗോർബച്ചേവ് എന്ന് വിളിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചത്. 2, ബ്ലഡി കണ്ണൂർ എന്ന പരാമർശം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കണ്ണൂർ ഹാസ് എ ബ്ലഡി ഹിസ്റ്ററി ഓഫ് പീപ്പിൾ കില്ലിങ് ഈച്ച് അതർ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ എത്രയോ സിനിമകൾ ഈ വർഷം തന്നെ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ചുരുങ്ങിയത് 2 സിനിമകളെങ്കിലും ഈ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇവിടെ കവിതകൾ, സാഹിത്യ സൃഷ്ടികൾ ഒക്കെ തന്നെ കണ്ണൂരുമായി മാത്രം ബന്ധപ്പെട്ട്, അവിടുത്തെ കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഒരു ബ്ലഡി ഹിസ്റ്ററി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലം ബ്ലഡി ആകും എന്നർത്ഥമില്ല. ബ്ലഡി കണ്ണൂർ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ ഇതിനെല്ലാം തന്നെ ഒരു പ്രദേശത്തെ ആക്ഷേപിച്ചു എന്ന രീതിയിലത്തേക്ക് വ്യാഖ്യാനിക്കാനായിട്ട് നിങ്ങൾ ഈ പറയുന്ന ബ്ലഡി കണ്ണൂരിൽ നിന്നാണ് പാവങ്ങളുടെ പടത്തലവനായിട്ടുള്ള AKG വന്നിരിക്കുന്നത്. ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരാണെങ്കിലും മുഖ്യമന്ത്രിമാരായിട്ടുള്ള EK നായനാരും K കരുണാകരനും വന്നിരിക്കുന്നത് ബ്ലഡി കണ്ണൂരിൽ നിന്നാണ്. അവർ ബ്ലഡി കണ്ണൂരിന്റെ സന്തതികളാണ്. സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രി ഇതുപോലെ പൊട്ടിന് പീര പോലെ ഇട്ടുകൊടുക്കുന്നു, അതാ ബ്ലഡി കണ്ണൂർ എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്ലഡി കേരള എന്ന് പറയുന്നതിന് തുല്യമാണ് എന്ന്. അപ്പൊ ഇങ്ങനെ ഒരുപക്ഷെ വാക്കുകളുടെ അർത്ഥം അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടോ ഒരു പ്രദേശത്തെ ആകെ ആൾക്കാർ ആക്ഷേപിച്ചു എന്ന രീതിയിലത്തേക്കുള്ള ഒരു രീതി കാണുന്നുണ്ട്. ഇന്ന് തന്നെ അത് കണ്ടു. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇന്ന് ശ്രദ്ധിച്ചതാണ്, ഒരു ചാനലിൽ അവർ വിളിച്ചിട്ട് ശ്രീ AK ബാലനോട് സംസാരിക്കുകയാണ്. ശ്രീ AK ബാലനോട് സംസാരിക്കുമ്പോൾ ഈ നമ്മുടെ കോഴിക്കോട് മിഠായി തെരുവിൽ ഗവർണർ ഇങ്ങനെ നടന്നു പോകുന്നതിനെ പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു അങ്ങനെയൊന്നും നടക്കാൻ പാടില്ല. അതെന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനോട് വിരോധമുള്ള ആൾക്കാർ ആരെങ്കിലും എന്തെങ്കിലും അവിടെ ചെയ്തു കൊടുത്താലോ എന്ന രീതിയിലത്തേക്കാണ് പറയുന്നത്. അപ്പോൾ ഈ അവതാരകൻ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിനോട്, താങ്കൾ എന്താ ഉദ്ദേശിച്ചത്? ഈ ഹലുവ വാങ്ങുന്ന സമയത്ത് അതിൽ വിഷം കലർത്തി കൊടുക്കും എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഉടനെ ആ രീതിയിലത്തേക്ക് മറുപടി പറയാതെ അദ്ദേഹം ഒഴിഞ്ഞു മാറിക്കൊണ്ട് പ്രസിഡന്റിനെ പോലെയുള്ള, ഗവർണറെ പോലെയുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മറ്റുള്ള ആൾക്കാർ ടേസ്റ്റ് ചെയ്തിട്ട് വേണ്ടേ, അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് എന്താണ്? വളരെ പോസിറ്റീവായിട്ട് ആൾക്കാർ കണ്ട ഒരു സ്ഥലത്ത്, കോഴിക്കോട് മിഠായി തെരുവ് പോലെയുള്ള ഒരു സ്ഥലത്തെ അവിടെയുള്ള കച്ചവടക്കാരെ പോലെയും ഇങ്ങനെ ആക്ഷേപിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പരോക്ഷമായിട്ടുള്ള ഒരു പ്രസ്താവന. ഇതൊക്കെ എന്തിനാണ്? ഇങ്ങനെ ഒരു സ്ഥലത്തിനെ ഇങ്ങനെ കുറേയധികം ആൾക്കാരെയൊക്കെ ആക്ഷേപിക്കുന്ന രീതിയിലത്തേക്ക് മാറുന്നത് എന്തിനാണ് എന്നുള്ളതാണ്. ഇത് വരുന്നതിന്റെ കാരണം എന്താണ് ശ്രീ ഉമേഷ്? അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇന്ന് ചരിത്രത്തിലില്ലാത്തതുപോലെ നാറി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം മാറിപ്പോയി എന്നുള്ളത് കൊണ്ടാണ്. എനിക്ക് സത്യത്തിൽ സഹതാപം മാത്രമാണ് അവരോടുള്ളത്. കാരണം അവർ ക്യാമ്പസിൽ കാലുകുത്താൻ ഗവർണറെ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ഗവർണർ പൂ പോലെ അവിടെ വന്ന് കയറിയിട്ട് പോയി. അദ്ദേഹം വരുന്ന സമയത്ത് പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ട് 6 മണിക്ക് ഒരു ഷോ തുടങ്ങേണ്ടതാണ്. കാരണം അദ്ദേഹം 7 മണിക്കാണ് വരുന്നതെങ്കിൽ 6 ഷോ തുടങ്ങണം. പക്ഷെ ആ 6 ഷോ എന്ന് പറയുന്നത് 4 ഷോയായി. 2 മണിക്കൂർ മുമ്പേ തന്നെ ഷോ തുടങ്ങിയിട്ട് ആൾക്കാരെ എല്ലാം തന്നെ പിടിച്ചുകൊണ്ടുപോയി. അവസാനം ഗവർണർ വരുന്ന സമയത്ത് ബാക്കിയായ ആൾക്കാരെല്ലാം അദ്ദേഹം ഇങ്ങോട്ടുള്ള വഴിയിൽ വരുന്ന സമയത്ത് അങ്ങോട്ടുള്ള വഴിയിൽ പ്രതിഷേധം നടത്തുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അവിടെ താമസിക്കുന്നു എന്ന് വന്നപ്പോഴത്തേക്ക് ബാനർ പ്രതിഷേധം. ഈ ഗേറ്റുമായി ബന്ധപ്പെട്ട് ഗേറ്റിൽ നിന്ന് 200 മീറ്ററിനകത്ത് ബാനറുകളൊന്നും പാടില്ല എന്ന രീതിയിലുള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ചട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പ്രകാരം അതെല്ലാം അഴിച്ചു മാറ്റിയപ്പോഴത്തേക്ക് പുനഃസ്ഥാപിച്ച് എന്ന് പറയുന്നു. എവിടെയാണ് ഈ പുനഃസ്ഥാപിച്ചത്? അതിൽ നിന്ന് മാറി അപ്പുറത്തേക്ക്. പിന്നീട് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പരിപാടികൾ നമ്മൾ ബഹിഷ്കരിക്കും അല്ലെങ്കിൽ അവിടെ പ്രശ്നമുണ്ടാക്കുമെന്ന് പറഞ്ഞു. അതിലാർക്കും പ്രശ്നമുണ്ടായില്ല. അദ്ദേഹത്തിന്റെ പേഴ്സണൽ പരിപാടികളായതുകൊണ്ട് സൺഡേ ഹോളിഡേ എന്ന് പ്രഖ്യാപിച്ചു. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എത്ര പോരാട്ട വീര്യം ഉണ്ടായിരുന്ന ഒരു സംഘടനയാണ്. ആ സംഘടന ഒരു 2 പതിറ്റാണ്ട് കൂടി കഴിഞ്ഞപ്പോഴേക്ക് ഇങ്ങനെ മറ്റൊരാളിന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന രീതിയിലത്തേക്ക് വന്നിരിക്കുന്നു. അപ്പൊ എനിക്ക് അവരോട് വലിയ രീതിയിലുള്ള അല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന സമയത്ത് നോക്കിയേ എന്തെല്ലാം പോരാട്ട വീര്യങ്ങളുടെ സമര പാരമ്പര്യത്തിന്റെ ഒക്കെ കാര്യം പറയുന്നു. എല്ലായ്പ്പോഴും ഈ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ, വിദ്വേഷ മുദ്രാവാക്യങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ആർഷോയുമായി ബന്ധപ്പെട്ട സമരത്തിനിടയ്ക്ക് നമ്മൾ കേട്ടതല്ലേ, നീയൊക്കെ ആരിഫ് ഖാന്റെ കക്കൂസ് കഴുകുന്നെങ്കിൽ അതിന് പോയാൽ മതി എന്ന രീതിയിലത്തേക്കുള്ള അധിക്ഷേപകരമായിട്ടുള്ള പ്രസ്താവനകൾ പറയുന്നു. പക്ഷേ
അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അവിടെ രസം എന്ന് വെച്ചാൽ ഗവർണർ ഈ ചെയ്തിരിക്കുന്ന കാര്യത്തിന് എനിക്ക് SFIയോടുള്ള സഹതാപം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്. ഗവർണർ ഈ ചെയ്ത കാര്യത്തിന് ഇംഗ്ലീഷിലെ ഷോയിങ് വൺസ് പ്ലേസ് എന്നൊരു പ്രയോഗമുണ്ട്. ഒരാളിന്റെ സ്ഥാനം കാണിച്ചു കൊടുക്കുക. ഗവർണറുടെ സ്ഥാനം എന്താണ് എന്ന് തെളിയിച്ചതിനോടൊപ്പം തന്നെ SFIക്ക് ഇവിടെയുള്ള സ്ഥാനം എന്താണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തു. അതിൽ നിന്ന് ഇവർക്ക് കരകയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ മറ്റു രീതിയിലുള്ള പല പ്രസ്താവനകളും പറഞ്ഞ് ചർച്ചയെ ഇനി വഴി തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ ശ്രമിക്കുന്നത്. ഇപ്പൊ തന്നെ ഞാൻ മറ്റൊരു ചർച്ചയിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുകയാണ്. പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു ക്യാപ്സ്യൂൾ ഉണ്ട്. ആ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ കാല് കുത്തിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞാലോ, അല്ലെങ്കിൽ പോലീസുകാരോട് നോക്കൂ ഞങ്ങളെ അറസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ അതിക്രമം കാണിച്ചാൽ നീ ഒന്നും അമ്മയെ കണ്ട് മരിക്കില്ല എന്നൊക്കെ പറയുന്ന മുദ്രാവാക്യങ്ങളെല്ലാം പ്രതീകാത്മകമാണ്. ഞങ്ങൾ സത്യത്തിൽ അങ്ങനെയൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു ലേറ്റസ്റ്റ് ക്യാപ്സ്യൂൾ കൂടി വന്നിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷ വിവരം കൂടി അറിയിക്കുന്നു.